പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മാളിയപ്പടിക്കലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ലെന്നും പറഞ്ഞൊരു വാർത്ത ചെയ്തില്ലേ, അപ്പോൾ അതാണ് ഈ മീനിടത്തെ KSEB ഓഫീസാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ഇതാണ് മീനിടത്തെ KSEB. അപ്പോൾ ഇവിടെ പരിയാരം പ്രദേശത്ത് കുറേ ദിവസങ്ങളായിട്ട് വൈദ്യുതി മുടങ്ങിയാണ്. അപ്പോൾ അവരെല്ലാം കൂടെ ഇവിടെ എയ്ഡ് ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ എത്ര ദിവസമായി? 3 ദിവസം കഴിഞ്ഞാൽ എന്നൊക്കെ 3 ദിവസം കഴിഞ്ഞു. ഉള്ളിൽ വെള്ളമില്ല. എങ്ങനെയാ ഒരു വീട് കഴിയുന്നത്? ഫ്രിഡ്ജിന്റെ അതിൽ സാധനം മുഴുവൻ പോയി 3 ദിവസം കൊണ്ട്. ആരോടെ സമൻ ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. ഇന്ന് 10 മണിക്ക് നിങ്ങൾക്ക് കറണ്ട് വന്നു വെച്ചാൽ ഞങ്ങൾ വേറെ പരിപാടിക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ അവിടെ കറണ്ട് ഉണ്ടോ? നമുക്ക് എവിടെ പിന്നെ നമ്മളിങ്ങോട്ട് അലാഹാബാദ് വന്ന് ഇന്ന് വന്നേ ഇല്ല. ഇവര് ഉമ്മ നമ്മളായിട്ട് പൊട്ടം കളിപ്പിക്കില്ലേ? ബോർഡൊക്കെ എടുത്തോ ധൈര്യമായിട്ട് വാ. ഞങ്ങളെന്ത് 2-1 അറിഞ്ഞാൽ ഇന്ന് പോകുള്ളൂ. അല്ല പോവില്ല. ഇതിന് ആരെന്നാ വെള്ളം വെച്ചാലും സാമ്പാടിയുടെ പൊടി വന്നാൽ വേണ്ടി കറണ്ട് ഞങ്ങൾക്ക് തന്നേ തീരൂ. മൂന്ന് ദിവസമായിട്ട് കറണ്ടില്ലാതെ KSEB ഓഫീസുകൾ കയ്യേറിയിരിക്കുക. ഇപ്പൊ MLA വന്നിട്ട് അവിടുന്ന് പോകുള്ളൂ. MLA ഇപ്പൊ ഇവിടെ എത്തും. MLA വന്നിട്ട് അവിടുന്ന് പോകുള്ളൂ. MLA വിളിച്ചായിരുന്നോ? MLA ഇപ്പൊ ഉടനെ എത്താന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ 3 ദിവസമായി. ഇന്നും ഇപ്പോഴും ഈ കറണ്ട് പിന്നെ പുനഃസ്ഥാപിക്കാനുള്ള യാതൊരു നടപടികളും ഇല്ല. സാധനങ്ങളൊക്കെ 2 ദിവസമായിട്ട് എടുത്ത് കളഞ്ഞു. എല്ലാവരും എടുത്ത് കളഞ്ഞു. ഇടയ്ക്ക് ഒന്ന് വരും പിന്നെയും പോലെ. അങ്ങനെ 2 മണിക്കൂർ കിട്ടിയാൽ അത്ര ഒരു ആശ്വാസമുണ്ട്. അത് 11-ാം വാർഡ് പുതുപ്പള്ളി പഞ്ചായത്തിന്റെ 11-ാം വാർഡ് 11-ാം വാർഡ് 3 ദിവസമായിട്ട് കറണ്ട് ഇല്ല. 3 ട്രാൻസ്ഫോർമർ കല്ലടപ്പടി കരിമറ്റം ബിസ്ക്കറ്റ് കമ്പനി ആ ഭാഗത്താണ്. അല്ല ഇവിടെ ചോദിച്ചപ്പോ എന്നാ പറയുന്നത്? അവര് ഇതിനൊരു പരിഹാരമില്ലെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ ഈ ഓഫീസ് ഇവിടെ എന്തിനാ? പരിഹാരം ഉണ്ടാക്കാവുന്ന ആളുകളെ കൊണ്ടുവന്ന് ഇരുത്തൂടെ? അവർ റിട്ടയർ ആകുക, അതിനുവേണ്ടി ലീവ് എടുത്തുന്നു. സബ്ബജിനെ വിളിച്ചപ്പോ ഏതോ ട്രാൻസ്ഫോമർ എടുക്കുന്നത്. ഏത് ട്രാൻസ്ഫോമർ വാങ്ങിച്ചാൽ പുള്ളിക്കാനും അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്നാ ഇതിന് ചെയ്യേണ്ട? നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ മീനെടുത്തോട്ട് ആക്കിയതിനു ശേഷമാണ് നമ്മുടെ അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമാണ്. നമുക്ക് 11-ാം വാർഡ് മുഴുവൻ പുതുപ്പള്ളി ആക്കി തരിക. അതെ, അത്രയുള്ള ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പറയാം. പുതുപ്പള്ളി സബ് ഓഫീസിന്റെ കീഴിലായിരുന്നു ഈ പരിഹാരം. പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ മേഖലകളും പുതുപ്പള്ളി സബ് ഓഫീസിന്റെ കീഴിലായിരുന്നു. അന്ന് ഒരു സംഭവം വെച്ചാൽ കറണ്ട് നമുക്ക് അന്നും പോകും. കാരണം മഴ പെയ്യുമ്പോൾ മരം ഉണ്ട്, കറണ്ട് പോകും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ ആ ഒരു ലൈൻ കട്ട് ചെയ്ത് ബാക്കിയുള്ള സ്ഥലത്തേലും കറണ്ട് വരുമായിരുന്നു. ഇതിപ്പോ ഈ മീനടം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ 8 വാർഡുള്ള ചെറിയ പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിന് വേണ്ടി ഒരു സബ് ഓഫീസ് നിലവിലുമ്പോൾ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഈ മീനടം പഞ്ചായത്തിനോട് ചേർന്ന് നടക്കുന്ന ഭാഗം മുഴുവൻ ഈ മീനടം സബ് ഓഫീസിന്റെ കീഴിലോട്ടാക്കി. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇവിടുത്തെ ഓഫീസിന്റെ കീഴിലോട്ടാക്കി. അപ്പൊ യഥാർത്ഥത്തിൽ ഇവരുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ മീനടം പഞ്ചായത്തിന് സർവീസ് കൊടുക്കാന്നുള്ളതാണ്. അപ്പോൾ ഒറ്റപ്പെട്ടു പോയത് പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഈ 1-2 വാർഡിലുള്ള ആളുകൾ വേണ്ട ഒരു 50% വരുന്ന ഈ 1-2 വാർഡിലെ ആളുകളുടെ ഭാഗം ഒറ്റപ്പെട്ടു പോയി. 9-ാം വാർഡ് ഫുള്ളും 12-ാം വാർഡും അല്ലേ? 11-ാം വാർഡിന്റെ പകുതി.
അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവരുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഒരു ഏരിയ ഒരു ദ്വീപ് പോലെ ഇവർ കണ്ടിരിക്കുക, അങ്ങോട്ടേക്ക് വരികയല്ല. രണ്ടാമതൊരു പ്രധാന വിഷയം ഇനി അവിടുന്ന് ഇങ്ങോട്ടൊന്ന് വരാന്ന് വെച്ചാൽ ഒരു റോഡ് പോലും നമുക്കൊരു കൃത്യമായിട്ട് കൊണ്ട് വരാനായിട്ടുള്ള ഒരു കണ്ടീഷനിലില്ല. എല്ലാം പണി നടന്നും അങ്ങനെ എല്ലാം ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇത് ആ പ്രദേശത്തോട്ട് ഇവർ വരികയില്ല. ഇതിപ്പോ 3 ദിവസമായിട്ട് അവിടെ കറണ്ട് ഇല്ല. അത് തന്നെ ഇപ്പൊ അവിടുന്ന് കറണ്ട് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരാനുള്ള ബുദ്ധിമുട്ട്. നമുക്കിപ്പോ പഴയ ഇവിടെ പുതുപ്പള്ളിലോട്ട് ഞങ്ങളെ മാറ്റി, അല്ലെങ്കിൽ കറണ്ടിന്റെ പ്രോബ്ലം വന്നാൽ ആദ്യമേ ആ ചെറിയ ദ്വീപ് പോലെ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് ഞങ്ങളെ ആദ്യമേ ഞങ്ങളുടെ പ്രോബ്ലം അങ്ങോട്ട് ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്താൽ ഇവിടെ മീനം പഞ്ചായത്തിൽ തന്നെയാണ്. കാരണം ഇവിടുന്ന് പഞ്ചായത്ത് അധികാരികളൊക്കെ ബന്ധപ്പെടുമ്പോൾ ഇവിടുത്തെ സർവീസ് കേട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ട് വെച്ചാൽ നമുക്ക് ഒരിക്കലും കറണ്ട് ഇല്ലാത്തൊരവസ്ഥയാണ്. MLA ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ദിവസമായിട്ട് നമുക്ക് കറണ്ട് ഇല്ലാത്ത അവസ്ഥയാണ്. MLA ഇങ്ങോട്ട് വരുന്നുണ്ട്. ആദ്യമേ ഞങ്ങളുടെ പ്രോബ്ലം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാന്ന് പറയുന്നതിന് പകരം ഇതിനൊരു പരിഹാരമില്ല സംസാരിക്കുമ്പോൾ ഈ ഓഫീസ് എന്തിനാന്നാ ചോദിക്കുന്നത്? അങ്ങനെ എന്തിനാ ഒരു ഓഫീസ് നടത്തുന്നത്? സർക്കാരിന്റെ ശമ്പളം മേടിച്ചോണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് മാറ്റി പുതുപ്പള്ളിയിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇപ്പം കറണ്ടുമില്ല, ഹൈ വോൾട്ടേജ് വരുന്നത്. ഹൈ വോൾട്ടേജ് വന്ന ഇലക്ട്രിക് സാധനങ്ങളെല്ലാം ഫെയിലിയർ പഴയപടി ആക്കിയാൽ മതി, നേരത്തെ പോലെ തന്നെ ആക്കിയാൽ മതി, അതാ പ്രശ്നമല്ല. അവിടെ ഫീഡിങ് വേറെ ഫിൽറ്ററും ഉണ്ടല്ലോ. ഇത് അതിനൊക്കെ ഡെവലപ്മെന്റ് ഇത് ചുമ്മാ അത് ഞങ്ങളുടെ വാർഡ് അംഗീകരിക്കുക. ഫ്ലക്ച്വേഷന്റെ ഭയങ്കര പ്രോബ്ലമാണ്. കാരണം ഇത് ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് പോവുക, പിന്നെ വരിക, പിന്നെ പോവുക, പിന്നെ വരിക. നമ്മുടെ റെഫ്രിജറേറ്റർ ഇപ്പൊ നമ്മുടെ അഞ്ചേരി പുതിയാവിന്റെ അവിടെ കുറച്ച് വീട്ടുകാരില്ല, ഉള്ളിലോട്ട് കയറി അവരിപ്പോ എന്നെ വിളിച്ചാണ്. അവർക്കൊക്കെ പിള്ളേരുമായിട്ട് അവർക്ക് ഒരു വിധത്തിൽ അവിടെ ജീവിക്കാൻ വേണമെന്നും പറഞ്ഞു. കാരണം ആരോഗ്യത്തോടെന്ന് പറഞ്ഞ പുതുപ്പള്ളിയോട് അടുത്ത് കിടക്കുന്ന ഒരു ഏറ്റവും അടുത്ത് കിടക്കണം. അതെ അത് ഇതിനകത്തോട്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ വിളിച്ചവരൊന്നേ ഫോൺ എടുക്കത്തില്ല. ഞങ്ങള് ചീരംകുളം മീന പുതുപ്പള്ളിയോട് ചേർന്ന് കിടക്കുന്നത്. അപ്പൊ ചിലപ്പോ ഇവര് വിളിക്കുമ്പോൾ പറയും ആ വിളിക്കുന്ന ഫോൺ എടുക്കാണെന്ന് ചോദിക്കും, ചീരംകുളം എവിടെയാന്ന് ചോദിക്കും. ബീറ്റ് അറിയാൻ മേലാത്ത ലൈമാനെ വർക്കറിനെ ഇതിനകത്ത് വെച്ചിട്ട് എന്നാ കാര്യം? ഒന്നാ ബീറ്റ് ആദ്യം പഠിക്കണവര് ഏറിയായി അറിയാൻ മേലെങ്കിൽ പിന്നെ ഇവരെന്തിനാ എന്താ KSB ശമ്പളം മേടിക്കുന്ന പത്താം ക്ലാസ്സും കുസ്തിയും കഴിഞ്ഞാലും നമ്മളെല്ലാം അവിടെ വേറെ കിടന്നോളാം. ഇവിടുത്തെ ബാക്കി ആൾക്കാരൊക്കെ ബാക്കി സബ് എഞ്ചിനീയറും വേറെ 2-3 ആൾക്കാരും കൂടി അതിനുള്ളത്. അവര് നമ്മുടെ ഇപ്പം ഉള്ളവരൊക്കെ ഒപ്പിട്ടിട്ടുണ്ട്. ബാക്കി 1-2 ബിനീഷ്, പിന്നെ ഒരു ബെന്നി, പിന്നെ ഉള്ളത് ഒരു ഓവർസീറന്മാർ 2 പേരുണ്ട് കേട്ടോ. അത് കൂടാതെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇപ്പം നമ്മള് ഇതിലെ കൂടെ നമ്മുടെ കാഞ്ഞിരക്കാടില്ലേ, കാഞ്ഞിരക്കാടിന്റെ അതിന്റെ ഇപ്പുറത്ത് ഡയറ റൂട്ടിലും ഒരു 2-3 പേര് ഇപ്പൊ അവിടെയുണ്ട്. പിന്നെ 1-2 പേര് ഇവിടെ ഈ നമ്മുടെ കാളച്ചന്ത റൂട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു കമ്പി ആണ്ട് പൊട്ടിയിട്ടുണ്ട്. അത് ഞാനിപ്പോ അവര് നോക്കും. ബാക്കി സബ്ബൊക്കെ കമ്പി പൊട്ടി ഇപ്പൊ ഇന്നലെ പൊട്ടിയാണോ? ഇന്നലത്തെയാണ്. ഇത് 3 ദിവസമായതാണ്. നമ്മളെ 50 വർഷം പുറകോട്ട് നയിച്ചിരിക്കുന്ന മീനടം KSEBിക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്.
പുതുപ്പള്ളി നിവാസികളെ 50 വർഷം പിന്നോട്ടടിച്ചിരിക്കുകയാണ്. മീനടം KCB യിലെ ജീവനക്കാർക്ക് എല്ലാ കൃതജ്ഞതയും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ കിടന്ന് കറങ്ങും. അയ്യപ്പാടി നാടകത്തോടെ ഞണ്ടുകുളം ഇവിടെ പരിഹാരം ഇതുണ്ടോ ഇവിടുന്ന് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒന്ന് കല്ലടപ്പടി പരിഹാരം നമ്മുടെ ബിസ്ക്കറ്റ് കമ്പനിയുടെ നരവറ്റങ്കാലം ഈ ട്രാൻസ്ഫോമർ ഇരിക്കുന്ന ഇവിടെ ഇല്ല നാടകത്തോട് അങ്ങോട്ടും ഇല്ല. ഈ ഇൻകോസ്റ്റ് ഔട്ട് കോസ്റ്റിലോട്ട് ഒറ്റ എടുത്തോട്ടില്ല. എരവിചിറ അതുപോലെ എല്ലാം ഒത്തിരി ദൂരർക്ക് ഉണ്ട്. ചേലമറ്റം ഇവിടെ ടെൻഷൻ പഠിപ്പിക്കരുത്. സമയത്ത് ഒരു കാരണവശാലും എമർജൻസി സർവീസ് അല്ല ഇവരെല്ലാം എപ്പോഴും കാണുന്നത്. അല്ല ഇന്നലെ ലീവ് എടുത്തിരിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ മീനട സെക്ഷനിൽ ഏകദേശം 22ഓളം ജീവനക്കാരുണ്ടെന്ന് പറഞ്ഞത്. ഇന്നിപ്പം ഇവർ കണക്ക് പറയുന്നത് 10 പേരോളം വന്നിട്ടുള്ളൂ. പിന്നെ നൈറ്റും എല്ലാം കൂടെ കൂട്ടി 15 പേരാണ്. കോട്ടയം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഇത്രയും പേര് 10 പേരോളം അവധി എടുത്തിരിക്കുകയാണ്. ഇപ്പം അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സമീപത്തുള്ള മരമാണ് ഇത്. നിൽക്കുന്നത് മുഴുവൻ ലൈനയിലോട്ട് ഉണ്ടോ? അതെ അതെ. അല്ല, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മുന്നിൽ നിൽക്കുന്ന ഇത് ഈ ടച്ചിങ് ഇവർക്ക് വെട്ടാൻ പറ്റുന്നില്ല. ഇത് കണ്ടല്ലേ? കണ്ടോ, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മുൻവശത്തെ ലൈന ഇനിയുണ്ട്. താഴോട്ട് പോവാം. കണ്ടോ, ഇത് മെയിൻ റോഡിലേക്കുള്ള മാളിയപ്പടി ജംഗ്ഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലോട്ട് കയറുന്ന വഴിയിലുള്ളതാണ്. ഇത് മുഴുവൻ നിൽക്കുന്നത് ലൈനയിലോട്ടാണ്. കണ്ടോ, ഇത് മുഴുവൻ ഇതാണ് ടച്ചിങ് വെട്ടെന്ന് പറയുന്നത്. അതുപോലെ ഇവിടുത്തെ ജീവനക്കാർ വിളിച്ചാന്ന് തോന്നുന്നു. പാമ്പാടി പോലീസ് വന്നു. അപ്പം പരിയാരം വാർഡിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നാട്ടുകാരെല്ലാം കൂടെ MLAക്ക് പരാതി കൊടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് തന്നെ എല്ലാവരുടെയും ഒപ്പിട്ട് പരാതി എഴുതി അതിന് MLAക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്.